ഹലോ എവരിവൺ, നമ്മളിന്ന് ഓടിക്കുന്ന വണ്ടി പുതിയ ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക് ആണ്. നമ്മൾ ഇത്രയും കാലം നമുക്കൊരു ഫാമിലി ഫ്രണ്ട്ലി ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ യു ഹാഡ് ടു ചോയ്സസ്. നമുക്ക് ഒന്നുകിൽ ഒരു ഇന്ത്യൻ മാനുഫാക്ചറുടെ ടാറ്റയോ മഹീന്ദ്രയുടെ ഒക്കെ ഒരു അത്ര റിലയബിൾ അല്ലെന്ന് നമുക്കറിയാം, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വിച്ച് ഓവർ ടൈം ദേ വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. അങ്ങനത്തെ വണ്ടികൾ വാങ്ങാം. ഓർ യു കുഡ് ഗോ ടു സംബഡി ലൈക്ക് BYD ഓർ MG. അവർക്ക് ഇലക്ട്രിക് കാർസ് ഉണ്ടാക്കാൻ അറിയാം, ബട്ട് ദെൻ അഗെയിൻ നമുക്ക് ആ കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ട്രാക്ക് റെക്കോർഡിനെ പറ്റി ഒന്നും വലിയ ഐഡിയ ഇല്ല, ബിക്കോസ് ദീസ് ആർ ന്യൂ കമ്പനീസ്. ആൻഡ് ഇപ്പോൾ 2025 നമുക്കൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു മാനുഫാക്ചറുടെ ഒരു ഇലക്ട്രിക് കാർ ഇറങ്ങുന്നത്. രണ്ട് വണ്ടികളാണ് ഈ വർഷം വരുന്നത്. വൺ ഇസ് ദ മാരുതി e-Vitara ആൻഡ് ദെൻ ദർ ഇസ് ദിസ് ദ ക്രെറ്റ ഇലക്ട്രിക്. ആൻഡ് റൈറ്റ് അവേ ദർ ഈസ് എ പ്രോബ്ലം. അത് വണ്ടിയുടെ കുഴപ്പമല്ല, ഇതിൻ്റെ കോമ്പറ്റീഷൻ്റെ കുഴപ്പമാണ്. ലാസ്റ്റ് ടൈം ഞാൻ ഈ റോഡിൽ ഓടിച്ചപ്പോൾ ഇറ്റ് വാസ് ദ മഹീന്ദ്ര BE60 ആൻഡ് BE90. ഓൺ പേപ്പർ ആ രണ്ട് വണ്ടികളും ഇതിലും ഇമ്പ്രസീവാണ്. കാരണം നമുക്കൊരു 100 കിലോമീറ്റർ കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട്, 100 bhp കൂടുതൽ കിട്ടുന്നുണ്ട്. ആൻഡ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് എൽസ്. ആൻഡ് അത്രയും എക്യുപ്മെൻറ്റ്, അത്രയും ഫീച്ചേഴ്സ്, അത്രയും ലുക്സ് ഒക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ കൊടുത്തു എന്നുള്ളത് ഹാറ്റ്സ് ഓഫ് ടു ദം. മഹീന്ദ്ര ആ ഒരു ഗെയിം എൻറ്റയർലി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് ആ വണ്ടികൾ എത്രത്തോളം റിലയബിൾ ആണെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ മഹീന്ദ്ര പറയും ഞങ്ങൾ ഫോക്സ്വാഗനിൽ നിന്നാണ് ബാറ്ററി മേടിക്കുന്നത്, അവരോട് ചോദിക്കട്ടെ എന്ന് പറയും. ഫോക്സ്വാഗൻ പറയും ഞങ്ങൾ BYD നിന്നാണ് ബാറ്ററി മേടിക്കുന്നത് എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ലോങ് ടേമിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല. മേ ബി ഒരു 1 or 2 years വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ആൻ ഐഡിയ. പക്ഷേ നമുക്ക് ഇപ്പോൾ റൈറ്റ് നൗ ഇഫ് യു വാണ്ട് ആൻ ഇലക്ട്രിക് കാർ, ഐ തിങ്ക് ഞാൻ ബ്ലൈൻഡായിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു വണ്ടി സത്യം പറഞ്ഞാൽ ഇതായിരിക്കും. കാരണം ഇറ്റ് കംസ് ഫ്രം ഹ്യുണ്ടൈ. നമുക്കറിയാം അവരുടെ ഇലക്ട്രിക്കിൽ അവർക്ക് കുറച്ച് കാലമായിട്ട് അവർക്കൊരു എക്സ്പെർട്ടീസ് ഉണ്ടെന്നുള്ളത്. ദേ ഹാവ് ബീൻ സെല്ലിങ് 2 ഇലക്ട്രിക് കാർസ് ഇൻ ഇന്ത്യ. നമുക്ക് കോണ ഉണ്ടായിരുന്നു, ആൻഡ് ഇപ്പോഴും നമുക്ക് IONIQ 5 ഉണ്ട്. ആ IONIQ 5 കുറേ ടെക്നോളജി ഈ ഒരു വണ്ടിയിലേക്ക് ഫിൽറ്റർ ഡൗൺ ചെയ്ത് വന്നിട്ടുമുണ്ട്. ഇറ്റ്സ് നോട്ട് എ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം. നമുക്ക് ആ ഒരു മഹീന്ദ്ര BE60 ഒക്കെ പോലെ നമുക്ക് ആ ഒരു ബോൺ ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം അല്ല. ദിസ് ഈസ് ആൻ അഡാപ്റ്റേഷൻ ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്രെറ്റ. ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഐ തിങ്ക് പലരുടെയും ഒരു ഇലക്ട്രിക് കാറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി കൂടെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പല ഫാമിലീസും ധൈര്യപ്പെട്ട് മേടിക്കാനുള്ളൊരു വണ്ടി ചിലപ്പോൾ ഈ ക്രെറ്റ ഇലക്ട്രിക് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിങ്ങിലേക്ക് വരാം. ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് സാധാരണ ക്രെറ്റയിൽ നിന്ന് കുറച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ എലിമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ലുക്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ക്രെറ്റ. പലപ്പോഴും ഡാർക്ക് കളറിലൊക്കെ ഐ ഡോണ്ട് തിങ്ക് ഇത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും എന്നുള്ളത്. ഈ ഒരു കളറിൽ ഇറ്റ്സ് കോൾഡ് ഓഷ്യൻ ബ്ലൂ മെറ്റാലിക്. ഐ തിങ്ക് ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. ഈ ഒരു ഇലക്ട്രിക് ആണെന്ന് തോന്നുന്ന പോലത്തെ ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഹാസ് ദാറ്റ് ഇലക്ട്രിക് വൈബ് അബൌട്ട് ഇറ്റ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫ്രണ്ടിൽ ആ ഗ്രില്ലിൻ്റെ ഉള്ളിലൊക്കെ അയോണിക്കിൽ കണ്ട പോലത്തെ ആ ഒരു പിക്സലേറ്റഡ് എലമെൻറ്റ് അവിടെ ഉണ്ട്. അത് ലോവർ ഗ്രില്ലിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ഫിനിഷ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. നമ്മളൊരു നീൽക്കമലിൻ്റെ ഒക്കെ ഒരു പ്ലാസ്റ്റിക് കസേരയിലും മേശയിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു ഫിനിഷേ നമുക്ക് തോന്നുന്നുള്ളൂ ആ ഒരു പ്ലാസ്റ്റിക് ട്രിമ്മിന്. അതിൻ്റെ താഴെ ലോവർ ഗ്രില്ലിൽ 2 ഫ്ലാപ്സ് ഉണ്ട്. അത് വണ്ടി ഓടുന്ന സമയത്ത് ഓപ്പൺ ആയിരിക്കും, വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അടഞ്ഞിരിക്കും. എനിക്ക് അതിൻ്റെ പർപ്പസ് മനസ്സിലായില്ല. കാരണം പലപ്പോഴും ഡ്രാഗ് കുറയ്ക്കാനാണ് നമ്മൾ പലപ്പോഴും അങ്ങനത്തെ കമ്പോണൻസ് അടയ്ക്കുന്നത്. ഇതിപ്പോൾ വണ്ടി നിർത്തിയിടുമ്പോഴേ അത് അടഞ്ഞിരിക്കുന്നുള്ളൂ. നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ വേറെ ഡിഫറൻഷ്യേറ്റിംഗ് എലമെൻറ്റ്സ് ഒന്നുമില്ല. യു ഗെറ്റ് ഡിഫറെൻറ്റ് അലോയ് വീൽസ്. 17 ഇഞ്ചാണ്. ഒരു നെക്സോൺ EVയിലൊക്കെ കണ്ട പോലത്തെ ഒരു പാറ്റേൺ ആയിട്ട് വളരെ സിമിലർ ആണ്. ആ ഒരു വിൻമില്ലിൻ്റെ പോലത്തെ ഒരു സ്റ്റൈലിംഗ് അവിടെ ഏകദേശം കൊടുത്തിട്ടുണ്ട്. 5 സ്പോക്കാണ്. ലുക്സ് ഡീസൻറ്റ്. ബാക്കിൽ വരുമ്പോഴും വലിയ ഡിഫറൻസുകളൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. വിച്ച് ക്യാൻ ടെൽ ഇറ്റ്സ് ആൻ ഇലക്ട്രിക്. ആൻഡ് ഓഫ് കോഴ്സ് ദർ ഇസ് ഇലക്ട്രിക് ബാഡ്ജിങ്. ഉള്ളിലേക്ക് വരുമ്പോഴും നമുക്ക് വളരെ ഫെമിലിയാരിറ്റി ഉണ്ട്. കാരണം നമ്മൾ ആ ക്രെറ്റയിൽ കണ്ട പോലത്തെ സെയിം ഇൻറ്റീരിയേഴ്സും സെയിം ഡാഷ്ബോർഡൊക്കെ തന്നെയാണ്. ബട്ട് ദർ ആർ സം ഡിഫറൻസസ്. സ്റ്റിയറിംഗ് വീല് 3 സ്പോക്ക്, ഒരു പുതിയൊരു വീലാണ്. കുറച്ചും കൂടിയും അപ്പ് മാർക്കറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ബട്ടൺസൊക്കെ കുറച്ചും കൂടിയും ബെറ്റർ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ നടുക്ക് ഹ്യുണ്ടായി ലോഗോയ്ക്ക് പകരം ഇവർ ഒരു 4 ഡോട്ട്സ് നമ്മൾ അയോണിക്കിൽ കണ്ട പോലെ മോഴ്സ് കോഡിൽ H എന്നുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്. വേറെ ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് പാർട്ടൊക്കെ സെയിം ആണ്. നമുക്ക് ഇവിടെ ഒരു ബ്ലൂയിഷ് ലൈൻ ഈ ഒരു ഡ്യുവൽ സ്ക്രീനിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് റെഗുലർ ക്രെറ്റയിൽ ഒരു കോപ്പർ ഓറഞ്ച് പോലത്തെ ഒരു കളറാണ്. എൻ ലൈനിൽ റെഡ് ആണ്. ഇതിലൊരു ഐസി ബ്ലൂ പോലത്തെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ കളറായിട്ട് വളരെ സിമിലർ ആണ്. ഇതിൻ്റെ താഴെ വരുമ്പോൾ ഈ ഒരു കൺസോള് ഇറ്റ് ഓൾമോസ്റ്റ് ലുക്സ് ദ സെയിം. നമ്മൾ ആ ഒരു ക്രെറ്റയിൽ കണ്ട പോലത്തെ ഡ്യുവൽ സോണൊക്കെ ഉള്ള ഒരു കൺട്രോളാണ്. അതുപോലെ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബട്ടൺസ് ഉള്ളൊരു കൺട്രോളാണ്. പക്ഷേ അതിൽ ഹാർഡ് ബട്ടൺസ് ഉണ്ടായിരുന്നു, ഇതിലത് ടച്ചായി മാറിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഇന്നത്തെ കാറുകളുടെ ഒരു വലിയൊരു പ്രശ്നം. കാരണം എൻ്റെ ഒരു മസിൽ മെമ്മറി ഫ്രം ഡ്രൈവിംഗ് ദ അതർ ക്രെറ്റ, ഈ ഒരു ബട്ടൺസ് എല്ലാം സെയിം പൊസിഷനിലാണ്. പക്ഷേ ഇറ്റ് ഡസൻ ഗിവ് യു ദാറ്റ് ഫീഡ്ബാക്ക്. നമുക്ക് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. സോ യു ഹാവ് ടു ടേക്ക് യുവർ ഐസ് ഓഫ് ആൻഡ്
ടച്ച് ഇറ്റ്. വേറെ മറ്റേ വണ്ടിയിൽ നമുക്കറിയാം രണ്ടാമത്തെ ബട്ടൺ എ സിയുടെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനാണെന്നുള്ളതും മൂന്നാമത്തെ ബട്ടൺ അതിൻ്റെ പൊസിഷൻ മാറ്റാനാണെന്നും. ഇതിൽ നമുക്ക് കണ്ണെടുത്ത് നമ്മൾ നോക്കണം ആ ബട്ടൺ എന്താണ് ശരിക്കും ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് എ റിയൽ ഡിഫറൻസ്. കാരണം നമുക്ക് ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ നമ്മൾ പറയും ടച്ച് ആകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കുറേ കൂടിയും ഈസി ആണെന്നുള്ളത്. ഓൺലി ഫോർ ദ മാനുഫാക്ചറർ നമുക്ക് ബുദ്ധിമുട്ടാണ്. മൂവിങ് ഓൺ, നമുക്ക് ഇതിൻ്റെ ലോവർ കൺസോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനൊരു സറൗണ്ട് പോലത്തെ ഒരു ഏരിയ വന്നിട്ടുണ്ട്. യു ഹാവ് യുവർ വയർലെസ് ചാർജിങ് ഓവർ ഹിയർ. അതിൻ്റെ താഴെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് കൺസോൾ വന്നിട്ടുണ്ട്. യു ഹാവ് 2 കപ്പ് ഹോൾഡേഴ്സ് ആൻഡ് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം. പാർക്കിംഗ് ബ്രേക്ക് ഇവിടെയാണ്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡിൻ്റെ ഫംഗ്ഷനും അതുപോലെ 360 ഡിഗ്രി ക്യാമറയുടെ ബട്ടണും സീറ്റ് വെന്റിലേഷൻ്റെ ബട്ടൺസും ഒക്കെ ഈ ഒരു പാനലിലാണ്. അതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അത്യാവശ്യം ഡീപ്പാണ്. ഗിയർ സെലക്ടർ നമ്മൾ ഇവിടെ എങ്ങും നോക്കിയാൽ കാണില്ല, കാരണം അത് ഇവിടെയാണ്. ഒരു എക്സ്ട്രാ സ്റ്റോക്ക് പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ സീറ്റ് മാക്സിമം ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുമ്പോൾ മുട്ട് ചെറുതായിട്ട് തട്ടുന്നുണ്ട്. ബട്ട് അതർവൈസ് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു എക്സിക്യൂഷനാണ്. അത് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവും റിവേഴ്സും സെലക്ട് ചെയ്യാം. സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്റ്റോക്കും അതുപോലെ തന്നെ വൈപ്പറിൻ്റെ സ്റ്റോക്കൊക്കെ റെഗുലർ ക്രെറ്റയിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്, ബെറ്റർ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മുടെ ഡിഫോൾട്ട് സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് 2 സ്ക്വയർ ക്യൂബിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്പീഡും ഇപ്പുറത്ത് റേഞ്ചും എഴുതി കാണിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നടുക്കൊരു കൺസംഷൻ കാണിച്ചുകൊണ്ടുള്ളൊരു മീറ്ററും ഉണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഓഡോമീറ്ററും ഡ്രൈവ് മോഡ്സും അതിന് മുകളിൽ നമ്മുടെ റീജൻ ലെവൽസ് ഒക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു ഡിസ്പ്ലേയും ഉണ്ട്. വേറൊരു ഡിഫറൻസ് ഉള്ളത് ഇലക്ട്രിക്കലി പവേർഡ് സീറ്റ്സിന് ഇവിടെ ഒരു മെമ്മറി ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. 2 പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ ക്രെറ്റയിൽ നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ പാസഞ്ചർ സീറ്റിന് ഇലക്ട്രിക് പവർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതുകൂടാണ്ട് ഇവിടെ സൈഡിൽ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് വേണമെങ്കിൽ എക്സ്ട്രാ ലെഗ് റൂം വേണമെങ്കിൽ സീറ്റ്സ് ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ റിക്ലൈനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവരുടെ കംഫർട്ടിന് വെക്കാൻ പറ്റും. ഈ എൻ്റെ വണ്ടിയുടെ ഫ്ലോർ പാൻ കുറച്ചൊന്ന് പൊക്കിയിട്ടുണ്ട് അവിടെ ബാറ്ററി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിംഗ് പൊസിഷൻ സാധാരണ ക്രെറ്റയിലും ഹൈ ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴും നമുക്ക് കുറച്ചൊന്ന് അണ്ടർ തൈ സപ്പോർട്ട് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. ബട്ട് സീറ്റ് ഈസ് സ്റ്റിൽ കംഫർട്ടബിൾ. ബാക്ക് സീറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയൊരു റിക്ലൈൻ ഉണ്ട്, നമുക്ക് 2 പൊസിഷനിൽ വെക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ലെഗ് റൂം ഉണ്ട്, ആവശ്യത്തിന് നീ റൂം ഉണ്ട്. ഹെഡ് റൂം ഈസ് ഓൾസോ റിയലി ഗുഡ്. ഈ ഒരു പാനോറാമിക് ഗ്ലാസ് നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇനഫ് ലൈറ്റ് ഇൻസൈഡ് ദ ക്യാബിൻ. അതുപോലെ തന്നെ ഈ 2 സീറ്റിൻ്റെയും ബാക്കിലായിട്ട് 2 ഫോൾഡബിൾ ട്രേ ടേബിൾസ് വരുന്നുണ്ട്, വിച്ച് ഈസ് റിയലി ഹാൻഡി. നമുക്കിപ്പോൾ ഒരു ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3.5 കിലോസ് വരെ അതും ഹോൾഡ് ചെയ്യും. ഓൾസോ സൈഡിൽ 2 എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ഹാൻഡി. ബാക്കിൽ AC വെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 USB ചാർജിംഗ് പോർട്സ് ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് സീറ്റിൻ്റെ ഇടയിലായിട്ടൊരു 3-pin AC പവർ ഔട്ട് കിട്ടും. റെഗുലർ കട്ടയിൽ നമുക്ക് ആ ഒരു 2 സോഫ്റ്റ് പില്ലോസ് പോലെ കിട്ടുന്നത് ഹെഡ് റെസ്റ്റ് വയ്ക്കുന്നത് ഈ ഒരു വണ്ടിയിൽ കാണാനില്ല. അതുപോലെ തന്നെ ഈ സീറ്റിൻ്റെ ഈ ലെതററ്റിലും കുറച്ച് ചെറിയ ട്രിമ്മിങ്ങിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിലൊരു ബ്ലൂയിഷ് ഔട്ട്ലൈൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റിൻ്റെ നടുക്ക് കൂടെ ക്രെറ്റ ഇലക്ട്രിക് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. വേറെ ഇൻറ്റീരിയറിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ലോവർ ഹാഫിൽ അതുപോലെ തന്നെ ഡോഴ്സിൻ്റെ ഒക്കെ ലോവർ പാർട്ടിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന ആ ഒരു പണ്ട് നമ്മൾ ആ ക്രെറ്റയിൽ കുറച്ച് ഒരു ഡേറ്റഡ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, ആ ഒരു ഗ്രേ കളർ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടിയും ഡാർക്കർ ഗ്രേ ആയിട്ടുണ്ട്. ഒരു ബ്ലൂ മിക്സ് ചെയ്ത പോലത്തെ ഒരു ഗ്രേ ആണ്. ആൻഡ് ഇറ്റ് ഗോസ് വെൽ വിത്ത് ദ സ്റ്റിയറിംഗ് ആൻഡ് മേക്സ് ദ ക്യാബിൻ ഫീൽ മോർ അപ്പ് മാർക്കറ്റ്. ബൂട്ട് സ്പേസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഫ്രണ്ടിൽ നമുക്കൊരു ഫ്രൂട്ടും കൂടി കിട്ടുന്നുണ്ട്. അവിടെ ഒരു എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് അബൌട്ട് 22 ലിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ചെറിയ ചാർജിങ് കേബിളും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പവർ ട്രെയിൻസിനെ കുറിച്ച് പറയാം. 2 ഓപ്ഷൻസ് ഉണ്ട്. വൺ ഈസ് ദ 135 BSP വേർഷൻ ആൻഡ് ദ അതർ ഈസ് ദ 171 BSP വേർഷൻ. ഇതിൽ 2 ബാറ്ററി പാക്സ് അവൈലബിൾ ആണ്. വൺ ഈസ് ദ 42 kWh ബാറ്ററി പാക്ക് ആൻഡ് അതർ വൺ ഈസ് ദ 51.2 kWh ബാറ്ററി പാക്ക്. ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് ചെറിയ ബാറ്ററി പാക്ക് ഉള്ളതിന് 390 കിലോമീറ്റേഴ്സും വലിയ ബാറ്ററി പാക്ക് ഉള്ള വേർഷന് 473 കിലോമീറ്റേഴ്സും ആണ്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഇതിൻ്റെ ഹയർ പവർ വേർഷനാണ്. ആൻഡ് വെൻ ഐ ഫ്ലോർ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ചെറിയൊരു സസ്പെൻഷൻ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു വെയിറ്റ് ട്രാൻസ്ഫറൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇതുവരെ നമ്മൾ ടർബോ പെട്രോളാണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. 160 BSP. ദാറ്റ്സ് ഓൾ അബൌട്ട് ടു ചേഞ്ച്. കാരണം ദിസ് ഈസ് മച്ച് ഫാസ്റ്റർ. ആൻഡ് ഇൻ റിയൽ വേൾഡ് ഇത് ഭയങ്കര ഫാസ്റ്റാണ്. കാരണം മറ്റേ ആ ഗിയർ മാറണം, എൻജിൻ ഡ്രൈവ് ചെയ്യണം, പവർ വരണം. ഇതിൽ ദർ ഈസ് 0 ഡിലേ. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് പിക്സ് അപ്പ് ആൻഡ് ഗോസ്. ചെറിയൊരു പ്രോഗ്രസീവ്നെസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു പോയിന്റ് വരെ പതുക്കെ പുഷ് ചെയ്തിട്ടാണ് പിന്നെ അത് ഫുൾ ഓൺ പവർ ഡെലിവറി ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് ഓൾ ഔട്ട് ഫാസ്റ്റ് ലൈക്ക് നമ്മൾ പണ്ടത്തെ ഫസ്റ്റ് ജെൻ ഇലക്ട്രിക്സ് കണ്ട പോലെയല്ല. ബട്ട് ദെൻ അഗെയിൻ യു ഗെറ്റ് ഇനഫ് ഓവർടേക്കിംഗ് പവർ. 0 to 100 ഹ്യുണ്ടായി ക്ലെയിം ചെയ്യുന്നത് 7.9 seconds ആണ്. ദാറ്റ് ഈസ് ഫാസ്റ്റ് ഇനഫ് ഫോർ മോസ്റ്റ് പീപ്പിൾ. ആൻഡ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഗെറ്റ്സ് യു ഇസ് ദ റിഫൈൻമെൻറ്റ്. കാരണം ഞാൻ ഇന്ന് രാവിലെ ക്രെറ്റ ടർബോ പെട്രോൾ കൊണ്ടുപോയി എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഐ ഗോട്ട് ഇൻ ടു എ ഫ്ലൈറ്റ്, കെയിം ടു ദ എയർപോർട്ട്, ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ഈ വണ്ടി പിക്ക് ചെയ്തു. ദ മൊമെൻറ്റ് ഐ സാറ്റ് ഇൻ ഇറ്റ്, ഓ മൈ ഗോഡ്, ദ റിഫൈൻമെൻറ്റ് ഈസ് സംതിങ് എൽസ്. ആൻഡ് ആ ഒരു റിഫൈൻമെൻറ്റും ഈ ഒരു പെർഫോമൻസും കൂടി ഈ വണ്ടിക്ക് ഒരു എഫേർട്ട്ലെസ് ക്യാരക്ടർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എവറി ഇലക്ട്രിക് കാർസ് പാർട്ടി ട്രിക്ക് വിച്ച് യു വിൽ ഓൾവേസ് ലൈക്ക്. 0 to 100 നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ നിന്ന് ആക്സിലേറ്റ് ചെയ്യുന്നു. ചെറിയൊരു വീൽ സ്പിൻ ഉണ്ടായിരുന്നു. ബട്ട് ദർ ഇറ്റ് ഗോസ്.
This thing is really fast. Okay, it's one seamless pull. ഈ ഒരു വണ്ടിയുടെ ത്രോട്ടിൽ കാലിബ്രേഷനൊക്കെ വളരെ അടിപൊളിയാണ്. നമുക്ക് ഡ്രൈവ് മോഡ്സിനനുസരിച്ചൊക്കെ ഇറ്റ് ഫീൽസ് റിയലി ഡിഫറെൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് റീജൻ മോഡ്സ് ഉണ്ട്. മിക്കവാറും ഹുണ്ടായികളിലും കിയയിലൊക്കെ നമ്മൾ കണ്ട പോലെ നമുക്ക് ഈ പാഡൽസ് ഉപയോഗിച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ വൺ പെഡൽ ഡ്രൈവിംഗ് ഉണ്ട്. നിങ്ങൾ ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റപ്പെടലിൽ ഓടിക്കാം. ഇതിൻ്റെ ഒരു ഐ പെഡൽ എന്ന് പറയുന്ന ഒരു മോഡിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് അത് കംപ്ലീറ്റ് ഒരു സ്റ്റാൻഡ് സ്റ്റില്ലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ അത് തന്നെ ചെയ്തോളും. റീജനിൽ നിന്ന് മെക്കാനിക്കൽ ബ്രേക്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നതൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഹ്യുണ്ടായുടെ ആ ഒരു കാലിബ്രേഷൻ നമ്മളെപ്പോഴും പറയാറുണ്ട്. ദേ ഡു ഇറ്റ് റിയലി വെൽ, ബെറ്റർ ദാൻ മോസ്റ്റ് എക്സ്പെൻസീവ് ബ്രാൻഡ്സ്. ആ ഒരു കാര്യങ്ങളൊക്കെ അവർ നല്ലോണം ചെയ്യാറുണ്ട്. ബാറ്ററി കെമിസ്ട്രി NMC ആണ്, വിച്ച് ഈസ് വാട്ട് മോസ്റ്റ് മെയിൻ സ്ട്രീം ലക്ഷറി ബ്രാൻഡ്സ് യൂസ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. LG കമ്പനിന്ന് സോഴ്സ് ചെയ്യുന്ന ബാറ്ററി സെൽസ് ആണ് അസംബിൾഡ് ഇൻ ഇന്ത്യ ആൻഡ് പാക്കേജ്ഡ് ഇൻ ടു ദ കാർ ബൈ ഹ്യുണ്ടായി. ചാർജിങ് പോർട്ട് ഫ്രണ്ടിലാണ്. അവിടെ തന്നെ ചാർജിങ് ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചാർജിങ് സ്പീഡിനെ പറ്റി അവർ പറയുന്നില്ല. 10 to 80% ചാർജിങ്ങിന് 58 minutes എന്നാണ് അവർ പറയുന്നത്. ദാറ്റ്സ് ദ മാക്സിമം റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ക്യാൻ ചാർജ്. അപ്പോൾ അതുകൊണ്ട് ഐ എം അസ്യൂമിങ് സംതിങ് ലൈക്ക് ഒരു 45 to 50 kilowatt ചാർജിങ് പോസിബിൾ ആയിരിക്കണം. വേറെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഒക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ക്രെറ്റയിൽ നിന്ന് കുറേയധികം ഡിഫറൻസ് നമുക്ക് തോന്നും. റൈഡ് കുറച്ചൊരു സ്റ്റിഫ് സൈഡിലാണ്, കാരണം നമുക്ക് ബംപ്സും സഡൻ മൂവ്മെൻറ്റ്സ് ഒക്കെ സസ്പെൻഷനെ നല്ലോണം നമുക്ക് ഫീൽ ചെയ്യും. അതർവൈസ് ദ സസ്പെൻഷൻ ഫീൽസ് റിലേറ്റീവ്ലി സോഫ്റ്റ്. ഇപ്പോൾ ഈ ഒരു ഹൈവേസിലൊക്കെ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ വെൻ ദർ ഇസ് എ ഷാർപ്പ് ബം ദാറ്റ് യു ഫീൽ ഇൻസൈഡ് ദ ക്യാബിൻ, ആ ഒരു ഫേംനെസ് നമുക്ക് അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സ്റ്റിയറിംഗ് ഫീൽസ് ടോട്ടലി ഡിഫറെൻറ്റ്. സ്റ്റിയറിംഗ് ഫീലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നോർമൽ ക്രെറ്റൈനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഫീൽസ് മച്ച് ഷാർപ്പർ ആൻഡ് ഫീഡ്ബാക്കും കുറച്ചും കൂടിയും സാധാരണ ക്രെറ്റൈനയിലും ബെറ്റർ ആണ്. അതുപോലെ തന്നെ കോർണേഴ്സിലും യു ഫീൽ ദ ഗ്രിപ്പ്, യു ഫീൽ ദ വെയിറ്റ്, കാരണം വെയിറ്റ് അഡീഷണൽ ആയിട്ട് ഉണ്ടെന്നുള്ളത്. പക്ഷേ എന്നാലും ആ ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ബ്രേക്സും കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആ പെഡലിൻ്റെ ഫീലൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇറ്റ് യൂസസ് എ ഡിഫറെൻറ്റ് സെർവോ ഒബ്വിയസ്ലി, കാരണം റീജനിന് വേണ്ടിയിട്ട് ആ ഒരു സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഫീലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഗുഡ് ഫീൽ. നമ്മളിപ്പോൾ ഹൈവേയിൽ ഹൈ സ്പീഡിലൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഇറ്റ് ഹാസ് ബെറ്റർ ഫീൽ ദാൻ ദ സ്റ്റാൻഡേർഡ് ക്രെറ്റ. ടയേഴ്സിൻ്റെ ഗ്രിപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കാരണം ദിസ് ആർ ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സ്. ഇത് ഇത്രയും കൂടി ഒരു ഗുഡിയർ അഷുറൻസിൻ്റെ വേറൊരു കോമ്പൗണ്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ടയേഴ്സ് ആർ അഗെയിൻ 215, 60, 17. അപ്പോൾ അതുകൊണ്ട് സൈസ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. പക്ഷേ ആ കോമ്പൗണ്ടിലുള്ള ഡിഫറൻസ് നമുക്ക് കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ദർ യു ഹാവ് ഇറ്റ്. ഇപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് ഫാമിലി കാർ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിസ് കാർ ഷുഡ് ബി റിയലി ഓൺ ടോപ്പ് ഓഫ് യുവർ ലിസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ക്രെറ്റയുടെ ആ ഒരു സക്സസ്ഫുൾ ഫോർമുലയുടെ മുകളിൽ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു കാറാണ്. അപ്പോൾ അതുകൊണ്ട് ദ ഫൗണ്ടേഷൻസ് ആർ റിയലി ഗുഡ് ആൻഡ് ഇറ്റ്സ് കമ്മിങ് ഫ്രം എ റെപ്യൂട്ടബിൾ മാനുഫാക്ചറർ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് ഫോർ മോസ്റ്റ് പീപ്പിൾ ദാറ്റ്സ് വാട്ട് മേക്സ് എ ഡിഫറൻസ്. പ്രൈസിങ് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ചീപ്പ്. ഒരു 22 to 25 lakhs ഒക്കെ ഉണ്ടാവും പ്രൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്രെറ്റ ലൈൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, നിങ്ങൾ സിറ്റിയിൽ ഓടിക്കാനാണ് പ്രൈമറിലി അത് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ദിസ്, കാരണം യു ഗെറ്റ് ഈവൻ ബെറ്റർ പെർഫോമൻസ് ആൻഡ് ഓൾ ദ റിഫൈൻമെൻറ്റ്സ്. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.